എവിടെയാ പോകുന്നത്? ഇവിടെ കൃഷി ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ചാനലിൽ കണ്ടിട്ടുണ്ടോ ഈ വ്യൂ പോയിന്റ് അല്ലേ? ഒന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുത്തടാ. സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. പ്രൊഹിബിറ്റ് ചെയ്തില്ലേലും ഇതിലെ എങ്ങനെ കയറിപ്പോയത്? ഇപ്പോൾ കിടപ്പുണ്ടല്ലോ. റേറ്റ് എത്രയാ? പിള്ളേരൊക്കെ ഉണ്ടോ? അവരൊക്കെ കണ്ടത് പേടിച്ചു പോയി. വാക്കത്തി വരെ എടുത്തു എന്നാ പറയുന്നത് കേട്ടെ. ഷോർട്സ് എല്ലാം 59, ഇതൊക്കെ 99. ആ മല ഉണ്ടോ മുകളിലെ? അയ്യോ, അതേത് മലയാ? എന്റെ പൊന്നെ, മല കാണിച്ചേടാ. മല ഉണ്ടോ? ആ ബെസ്റ്റ്. അതെല്ലാം പൊക്കമാ മല. ഹായ്, നമസ്കാരം. ട്രാവൽ ബ്രോ വർഗീസ് എബ്രഹാം. എങ്ങനെ ഉണ്ടായിരുന്നു ഓണമൊക്കെ? ഞങ്ങൾ ഓണം കഴിഞ്ഞിട്ടൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. എന്നുവെച്ചാൽ വീടിൻ്റെ അടുത്തൊന്നുമല്ല, വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരെയാ. എവിടെയാ പോകുന്നത്? അറിയത്തില്ലേ? എവിടെയാ പോകുന്നത് മിയാന? നടക്കാൻ. ആ പോകുന്ന വഴിക്ക് ഒരു വ്യൂ കണ്ടേ, അതൊന്ന് കാണിക്കാം. കണ്ടോ, വഴിയൊക്കെ ഇങ്ങനെ വളഞ്ഞ് കയറി ഇങ്ങോട്ട് വരുമ്പം ഇത് ഏറ്റവും ടോപ്പാണ് കേട്ടോ, ഏറ്റവും പൊക്കമുള്ള സ്ഥലമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ എൻ്റെ മോനെ. ഇനിയിപ്പോൾ ഇലവീഴാപ്പൂഞ്ചിറയൊന്നും പോകണ്ട. ഞങ്ങൾ പോകുന്നത് ഇലവീഴാപ്പൂഞ്ചിറയ്ക്ക് കേട്ടോ. നിങ്ങളൊക്കെ പോയിട്ടുള്ളതായിരിക്കും, എന്നാലും അപ്ഡേറ്റ്സ് കിട്ടുമല്ലോ അല്ലേ? പണ്ട് പോയ പോലെ ആയിരിക്കില്ലല്ലോ ഇപ്പോൾ. ഈ വ്യൂ എങ്ങനെയുണ്ട്? കിടുക്കൻ വ്യൂ അല്ലേ? ഞാൻ സ്ഥലത്തിൻ്റെ പേര് ചോദിച്ചില്ല, ഇവിടെ ഇപ്പോൾ ആരും നിൽപ്പില്ല. പക്ഷേ ഈ വ്യൂ ഭയങ്കര കേട്ടോ. ഇത് കണ്ടോ, എന്താ വ്യൂ എന്ന് നോക്കിയേ. റോഡിൻ്റെ സൈഡിൽ തന്നെ കേട്ടോ. ഇവിടെ ഈ പൈനാപ്പിളിൻ്റെ കൃഷിയൊക്കെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടുള്ള ഒരു വ്യൂ ഭയങ്കര. എങ്ങനെയുണ്ട് വ്യൂ? സൂപ്പർ, അടിപൊളിയല്ലേ? അൺഎക്സ്പെക്റ്റഡ് വ്യൂ ആയിരുന്നു അല്ലേ? പോകുന്ന വഴിക്ക് ഇതുപോലെ നല്ലൊരു വ്യൂ കിട്ടുമെന്ന് ഓർത്തില്ല. ഞങ്ങൾ പിള്ളേരെ കൊണ്ട് ചെറിയ കാട്ടിക്കൂടെ നടക്കണമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഇലവീഴാപ്പൂഞ്ചിറ അങ്ങ് ടോപ്പ് വരെയും വണ്ടി ചെല്ലുമെന്ന് തോന്നുന്നു. ആ പോകുന്ന വഴിക്കുള്ള വ്യൂ ആട്ടോ, എന്നാ ഭീകരമാണെന്ന് തോന്നുന്നു. നൈസ് വ്യൂ അല്ലേ? സൂപ്പറായിട്ടുണ്ട്. ആ വശമൊക്കെ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും വഴിയിൽ കണ്ടുമുട്ടിയാൽ നമുക്ക് ചോദിക്കാം. മലമടക്കളിങ്ങി അങ്ങ് വരെ, മൂന്നാർ വരെയും കാണാൻ തോന്നുന്നു. അത്രയും ഭയങ്കര ഒരു വ്യൂ പോയിൻ്റ് ഇത്. എനിക്കൊന്ന് യൂട്യൂബിൽ ആരും ഈ വ്യൂ പോയിൻറ്റിനെ പറ്റി പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ചാനലിൽ കൂടി ആയിരിക്കും ഈ വ്യൂ പോയിൻ്റ് വരുന്നത്. വേറെ ഏതെങ്കിലും ചാനലിൽ കണ്ടിട്ടുണ്ടോ ഈ വ്യൂ പോയിൻ്റ് അല്ലേ? അതൊന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുത്തടാ. ഇതുണ്ടോ, എന്താ വ്യൂ എന്ന് നോക്കിയേ. കൈതയുടെ ഇടയ്ക്കൊക്കെ റബ്ബർ വെച്ചിട്ടുണ്ട്. പക്ഷെ റബ്ബർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ പിന്നെ നഷ്ടപ്പെടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റബ്ബർ ഇവിടെ കൃഷി ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്നും ഈ വ്യൂ ഇവിടെ കിട്ടും. ഈ വ്യൂ എനിക്ക് വേറെ ഈ വഴിയിലെങ്ങും ഇതുപോലൊരു വ്യൂ കിട്ടത്തില്ല. ഈ സ്ഥല ഉടമകൾ അതൊന്ന് മനസ്സിൽ കരുതി മറ്റെന്തെങ്കിലും ചെറിയ കൃഷി, ഇത്രയും പൊങ്ങാത്ത എന്തെങ്കിലും മരങ്ങൾ പിടിപ്പിച്ചാൽ ഈ വ്യൂ നമുക്ക് നഷ്ടപ്പെടത്തില്ല അല്ലേ? ഒരു അഹങ്കാരമായി പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് പോയേക്കാം. കാഞ്ഞിരപ്പള്ളി ഇലവീഴാപ്പൂഞ്ചിറ 8 കിലോമീറ്ററോ? എടാ, ഇനി 8 കിലോമീറ്റർ കൂടി ഉണ്ടോ? ആ പള്ളി ഉണ്ടോ? നല്ല ഭംഗി. അപ്പോൾ ഇതാണ് എള്ളുംപുറം. നമ്മൾ കൊല്ലപ്പള്ളിയിൽ നിന്ന് കയറി ഈ റൂട്ടിൽ വരുമ്പോഴാണ് നമ്മളിപ്പം കണ്ട ആ വ്യൂ പോയിൻ്റ്. ആ നീലപ്പൂ ഇവിടുത്തെ വ്യൂ കണ്ടു. ഇതാ നമ്മൾ മുമ്പേ കണ്ട മല. ആ മലയുടെ അവിടെയൊക്കെ വീട് കണ്ടോ? ആ വീട്ടിൽ ഒന്ന് പോകണമല്ലോ. ഈ അതിൻ്റെ മുകളിൽ ഇവരോട് ചോദിച്ചാൽ ഇവർക്ക് പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും അത് ഏതാണെന്നല്ലേ. അതൊക്കെ എങ്ങനെ കയറി പോകും? വഴിയൊന്നും ഇല്ലേ? കാട്ടിക്കൂടെ തന്നെ ആയിരിക്കും അല്ലേ? അല്ലാതെ എങ്ങനെ അത്രയും മുകളിൽ ചെല്ലുന്നത്? എന്തായാലും ഈ എള്ളംപുറത്ത് പരിസരത്ത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ ആ മലമുകളിലേക്ക് എങ്ങനെ കയറിപ്പോകുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ഇലവീഴാപ്പൂഞ്ചിറയുടെ പുതിയ റോഡിലേക്ക് വന്ന് കയറിയിട്ടുണ്ടേ.
ഇലവിഴ പൂഞ്ചിറ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഇനി ഒരു 300 മീറ്റർ ഉണ്ട്. ഇവിടെ ഒരു ഹോട്ടൽ ഇപ്പോൾ നമുക്ക് കാണാം. In 200 meters, you will arrive at your destination. ആ എള്ളുപുറം കഴിഞ്ഞിട്ട് നമ്മളെ ഗൂഗിള് ഒരു ഷോർട്ട് കട്ട് കയറ്റുന്നുണ്ട്. അതെടുക്കരുത്, ഭയങ്കര വീതി കുറഞ്ഞ വഴിയാണ്. ഓപ്പോസിറ്റൊക്കെ വണ്ടി വന്നു കഴിഞ്ഞാൽ കുത്ത് കയറ്റാം, അപ്പം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ ആ ഷോർട്ട് കട്ട് എടുക്കണ്ട. You have arrived. ഒരു മുട്ടയും മേടിച്ചിട്ട് പഞ്ചാലിക്കുളം. അതെ, പഞ്ചാലിക്കുളം പോയിട്ട് വരാം. എവിടെ കൂടെ നടക്കുന്നത്? ആൾക്കാർ മോളിൽ ഇരിക്കുന്നുണ്ടോ? വണ്ടിയും കൊണ്ട് പോണ്ട. പോണേ, ഇനിയാണോ നടക്കുന്നത്? നടക്കാം. ഇവിടെ പോയാൽ ചിലപ്പോ കോടയൊക്കെ കിട്ടും. അതെ, കോട കിട്ടുന്നുണ്ട്. തണുപ്പുണ്ടല്ലേ? ഞങ്ങൾക്ക് തണുപ്പ് കിട്ടുന്നില്ല, ഞങ്ങൾ ഇതല്ലേ കിട്ടുക. വണ്ടിയൊക്കെ ഇഷ്ടംപോലെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. 6:30 വരെ ഗൈസ്, നമ്മൾ ഇലവിഴ പൂഞ്ചിറ എത്തിയിട്ടുണ്ടേ. കുറച്ച് ലേറ്റാണ്, 5 മണിയായി. നമുക്കിവിടെ നടന്നു പോകാം, അല്ലെങ്കിൽ നമുക്ക് ജീപ്പ് എടുക്കാം. ജീപ്പിനാണ് ഇപ്പോൾ ഒരു ഫാമിലി ഉണ്ടെന്ന് ജീപ്പുകാർ പറഞ്ഞു. അപ്പം നമ്മൾ ഷെയർ ചെയ്ത് പോവുകയാണെങ്കിൽ പകുതി പൈസ 2 കൂട്ടരും കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളത് മാറ്റി. കാരണം നമ്മളിവിടെ നടക്കാൻ വേണ്ടിയാണ് വന്നത്. കുട്ടികളോട് കാട്ടിലൂടെ നടക്കാമെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്ന. പണ്ട് ഞാൻ വരുമ്പോൾ അങ്ങനെയായിരുന്നു. കാരണം ഇവിടെ ഇത്രയും വഴി സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറേ ദൂരം, കിലോമീറ്ററോളം നടന്നാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ നാട്ടുകാർ നല്ല സഹകരണമാണ് കേട്ടോ. നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ അവർ തന്നെയാണ് സഹായിച്ചത്. മധ്യ കേരളത്തിലെ മനോഹരമായ മലമുകളിലെ ഒരു വേറിട്ട ലോകമാണ് ഇലവിഴ പൂഞ്ചിറ. പേരുപോലെ തന്നെ ഇലകൾ പൊഴിയാത്ത പൂങ്കാവനം, മലകളും തടാകങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഭൂപ്രകൃതി. താഴ്വരയിൽ നിന്നുയരുന്ന കോടമഞ്ഞ് മല കയറി വരുന്ന സഞ്ചാരിയെ തണുത്ത ചാരുതയോടെ വരവേൽക്കുകയും അത് നമ്മെ തഴുകിത്തലോടി കഠിനമായ ഈ യാത്രയെ ഒരു അപൂർവ അനുഭവമായി മാറ്റുകയും ചെയ്യുന്നു. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒരു 100 മീറ്റർ നടന്നു വരുമ്പോൾ ഇവിടെയും ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് കാണാം. പക്ഷെ വഴി കുറച്ച് മോശമാണ്. അത് രാവിലെയും ഉച്ചയ്ക്കും മഴ പെയ്തിരുന്നു എന്നറിഞ്ഞ് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി കൊണ്ട് വരുമ്പോൾ മാത്രം ഇങ്ങോട്ട് കയറിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ നിന്ന് മുകളിലേക്ക് ഈ സർവീസ് നടന്ന ജീപ്പുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് തോന്നുന്നത്. KSRTCക്ക് ഉല്ലാസയാത്ര എന്നൊരു പാക്കേജ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്ന് ബസ്സാണ്. അതിനെപ്പറ്റി അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. സമുദ്രനിരപ്പിൽ നിന്നും 3200 മീറ്റർ ഉയരത്തിലാണ് ഇലവിഴ പൂഞ്ചിറയിലെ മലനിരകൾ. മാങ്കുന്ന്, കൊടയത്തൂർമല, തോണിപ്പാറ എന്നീ 3 മലകളാൽ ചുറ്റപ്പെട്ടതാണ് കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമത്തിലെ ഈ മലമേട്. അല്പം ശ്രദ്ധയോടുകൂടി ഏതൊരാൾക്കും കുട്ടികൾക്കും ട്രക്കിംഗ് നടത്താൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇലവിഴ പൂഞ്ചിറ. ആ ബസ് നിൽക്കുന്നിടത്ത് നിന്ന് ആദ്യം വരുന്നുള്ള വ്യൂ പോയിൻ്റാണ്. ഭീകരാട്ടോ. അതെ, മുമ്പേ ഒന്നും മൈക്കില്ലായിരുന്നു, മൈക്ക് ഓഫായിരുന്നേ. എൻ്റെ ദൈവമേ, എന്താ വ്യൂ നോക്കി. സൂര്യോദയത്തിലും സൂര്യാസ്തമനത്തിലും ചക്രവാളത്തിൽ തെളിയുന്ന നിറങ്ങളുടെ മനോഹാരിത വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുക അസാധ്യം. ഉദയാസ്തമനങ്ങൾ ഒരുപോലെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന മലമേട് കൂടിയാണ് ഇലവിഴ പൂഞ്ചിറ. ഞാൻ 2010 ഇവിടെ ആദ്യമേ വരുന്നത്. അന്നൊന്നും ഈ വഴിയോ കാര്യങ്ങളൊന്നും ഇല്ല. 2010 2012 ഞാൻ വന്നത്. പക്ഷെ അന്ന് വന്നപ്പോൾ ഉള്ള ആ ഭൂപ്രകൃതിയോ വഴികളോ ഒന്നും തന്നെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അന്ന് ഞാൻ എടുത്ത ഈ ചിത്രങ്ങളിൽ കുന്നുമുകളിൽ ഐക്കണിക്കായിട്ടൊരു കെട്ടിടമുണ്ട്. അതും ഈ യാത്രയിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല.
വഴിയുണ്ടോ? ഇതിൻ്റെ അകത്തൂടെ ആ ജീപ്പ് കയറി പോകുന്നത്. ഏ ഫീല് പോയായിരുന്നു. ആ അതെ, ജീപ്പേ വന്നാൽ ഈ ഫീല് കിട്ടത്തില്ല. ഈ ചാടി ചാടി നടുപൊടി വെച്ചല്ലേ, ഞാനൊക്കെ തെറിക്കും. ജീപ്പ് ഇറങ്ങി വരുന്നുണ്ടോ? പക്ഷെ ഇതൊരു വേറെ ഫീലാണ്. നമ്മൾ ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ കുഴപ്പമില്ല, പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോൾ ഇച്ചിരി പാടായിരിക്കും. ഞാൻ നിങ്ങളോട് മുമ്പേ ഒരു ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, രാജൻ ചേട്ടനൊക്കെ കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് പോകാൻ വേണ്ടിയായിരുന്നു ജീപ്പിൽ. ഞങ്ങൾ രണ്ടുപേരും ആ തീരുമാനം മാറ്റിയല്ലേ. അതെ, ഇതാകുമ്പോൾ നമുക്ക് ആ തണുപ്പറിഞ്ഞ് ചിലപ്പം കോട കയറാൻ സാധ്യതയുണ്ട്. കോട കയറി കേട്ടോ, താഴെ കോട കയറി വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇതാണ് നല്ലത്. ചേട്ടൻ്റെ അവിടെ മോനും ഉണ്ട്, വൈഫും ഉണ്ട്. മോനെവിടെ പഠിക്കുന്നത്? ഞാൻ ചിന്മയാ, ഏറ്റുമാനൂര്, താഴത്തങ്ങാടി. ആ ഓക്കെ ഓക്കെ. അപ്പോൾ കാണാം. അയ്യോ ക്ഷീണിച്ച മക്കളെ, എന്നാ വേണ്ട ഐസ്ക്രീമോ? ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഉഷാറായല്ലേ. ഇതേ കാണുമായിരിക്കും, മുകളിൽ കാണുമായിരിക്കും. ഇവിടെ പ്രായമുള്ളവരെയും കൊണ്ട് വന്നാൽ പാടാ കേട്ടോ. അവർക്ക് ഈ കല്ലേ വഴി നടക്കാൻ പാടായിരിക്കും. ഈ വഴിയുടെ പകുതിയിലേറെ ഭാഗവും ഇതുപോലെ കല്ല് പാകിയതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലവും ഇതിൻ്റെ ടോപ്പ് വശവും മാത്രമേ പൂർണ്ണമായും മണ്ണ് വഴിയായിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഈ ജീപ്പ് ഒരു സൗകര്യമാണ്. പ്രായമുള്ളവർക്കാണെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇവിടം വരെയും പ്രയാസം ഇല്ലാതെ എത്തിച്ചേരാം. ഇവിടുന്ന് മുകളിലേക്ക് ഒരു 100 മീറ്റർ കൊണ്ട് ചെല്ലുമ്പോഴാണ് ടോപ്പ് വ്യൂവേ. അപ്പം നമുക്ക് ജീപ്പിൻ്റെ റേറ്റും വിശദ വിവരങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാവേ. ചേട്ടാ, നമ്മളെ ഈ നടന്നു വരുന്ന ഈ മോളിൽ വരെയും ജീപ്പ് കിടപ്പുണ്ടല്ലോ, ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണോ അതോ കൊണ്ടുവന്നോ? ഓക്കെ ഓക്കെ. അപ്പോൾ ആ 4 പോയിന്റ് പറഞ്ഞതിൽ ഒന്നായത് അല്ലേ? ഓക്കെ. ഇതിനിപ്പം റേറ്റ് എത്രയാ? അവിടെ നിന്ന് ഇവിടം വരെയാണെങ്കിൽ 500 രൂപ. ആ കൊണ്ടുവന്ന് മുകളിലേക്ക് പോയി കണ്ട് തിരിച്ച്. ആ ഇതിപ്പോ ഇവിടെ നിന്ന് എന്നാ ദൂരം കൊണ്ട് കാണാൻ? 200 മീറ്റർ നടന്ന് കയറ്റം കയറണം അല്ലേ? 8 പേർക്ക് നമ്മൾ 7 പേര് 8 പേർക്ക് 1000 രൂപ ജീപ്പേ കയറും അല്ലേ? വന്ന് തിരിച്ചു കൊണ്ടാക്കുന്നത്. അത് ഈ 4 സ്ഥലവും കാണിക്കുന്നതിന് 4 സ്ഥലം കൂടെ കാണിക്കുമ്പോൾ 1000 രൂപ. 1000 രൂപ. ഇവിടെ മാത്രം കയറ്റുമോ? മാത്രമാണ് 500 രൂപ. ഓക്കെ. ഇവിടെ ചെറിയും താഴെ ഒരു ചെറിയുണ്ട്, ആ അതിന്റെ അപ്പുറത്തൊരു മുനിയറ പോവുക, ഒരു വീപ്പ് ആ കാണിക്കുന്നത്. മൊത്തം 1000 രൂപ. 1000 രൂപ. 7 പേരെ ഇത് മാത്രമായിട്ടാണ്? ഇത് മാത്രമാണ് 500 രൂപ. ഓക്കെ ശരി. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് നസീർ. ഓക്കെ താങ്ക് യു. അല്ല 4 പോയിന്റ് അല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്? അതിലൊരു പോയിന്റ് ഇതാ, അവിടെ കൊണ്ടുവന്ന ജീപ്പാണ് അവിടെ കിടക്കുന്നത്. ഇനി അവരെയും കൊണ്ട് മുനിയറ പോവും, അവിടെ നിന്ന് ലേക്ക് പോവും, പിന്നെ ഒരു സ്ഥലത്തോടും പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണ് 4 പോയിന്റ്. മനസ്സിലായോ? വെഹിക്കിൾ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് അല്ലെ? പ്രൊഹിബിറ്റ് ചെയ്തില്ലേലും ഇതിലെ എങ്ങനെ കയറി പോകാൻ? ഒരു കാറാണേലും ജീപ്പായാലും ഇതിലെ മുകളിലോട്ട് കയറി പോകാൻ പറ്റത്തില്ലോ. പിന്നെ എന്തിനാ ഈ വേലി? കണ്ടോ, ഇതിൻ്റെ മണ്ടയിലോട്ട് ജീപ്പ് കയറല്ലെന്നാണ് പറയുന്നത്. ഇതിലെ ജീപ്പ് കയറൂ ഈ വഴി. എന്നാ വ്യൂ ആണെന്നറിയോ? ഓരോ ടോപ്പിലേക്ക് എത്തുമ്പോഴും വ്യൂ ഭയങ്കര. നടക്കടോ, പുറകോട്ട് ഇറങ്ങണ്ട, മുകളിലോട്ട് കയറി കേട്ടോ. അവിടെ വെയിറ്റ് ചെയ്താൽ മതി. നടക്കാൻ വന്നതല്ലേ? എങ്ങനെയുണ്ട് കാട്? ഇതെല്ലാം കാടല്ലേ? ഓ, നീ ഉദ്ദേശിച്ച് ആനയും പുലിയൊക്കെ ഉള്ള കാടാണോ? ആ, അതും ഒരു കാടാ. അതില്ലാത്ത കാടാണ് നല്ലതല്ലേ? റോഡോ കാണോ? അടിപൊളി. കോട കയറുന്നുണ്ടോ? ഇല്ല. ആ, നമ്മൾ വന്ന വഴി. അയ്യോ, അവിടെ ഒരു തടാകമുണ്ട്. അതാണോ നമ്മൾ പറഞ്ഞ തടാകം എന്നറിയത്തില്ല. ആ ബാ, ആ മോള് വരെ ചെല്ലാറുണ്ട്. വെള്ളം കുടിക്കാൻ ഒരു റെസ്റ്റ് എടുത്താലോ? വ്യൂ കണ്ടോ മക്കളെ? വ്യൂ കണ്ടോ? എന്താ വ്യൂ! നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റാണ്. ആ മഴയൊക്കെ കഴിഞ്ഞാൽ പുല്ലൊക്കെ നല്ല പച്ചപ്പ് നിൽക്കുക. വേണ്ട, ആൾക്കാർ നിൽക്കുന്നില്ലേ? അതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ടോപ്പ്. അങ്ങനെയാണ് രക്ഷപ്പെട്ടു. മുടിഞ്ഞ വ്യൂ ആയിരിക്കും അവിടെ നിന്ന് കേട്ടോ. കാണിക്കാവേ, ജസ്റ്റ് വെയിറ്റ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അടിപൊളി. കയറി വട്ടെ. കോട വരുന്നു, കോടമഞ്ഞിൻ. ഓഹോ, ഇത്ര നാളായി കോടന്ന് കാണാൻ വേണ്ടി. പണ്ടൊക്കെ വാഗമണ്ണൊക്കെ പോയി അന്ന് ഫോട്ടോഗ്രാഫിയുടെ കയറി ഇരിക്കുന്ന സമയമാണ്. ആ സമയത്തൊന്ന് കോട പോയിട്ട് വേണം ഫോട്ടോ എടുക്കാൻ തോന്നി. ഇപ്പോഴാണ് കോട വന്നിട്ട് വേണം ഒന്ന് വീഡിയോ എടുക്കാൻ എന്നുള്ളത്. ഇപ്പോൾ മഞ്ഞ് വരുവാണെങ്കിൽ എന്താ ഫീല് മോളെ! ഇത് കണ്ടോ? ഓ,
പറയാടാ. തണുപ്പടിക്കുക. ആ അത് തന്നെ, അതല്ലേ വേണ്ടേ. നിനക്കല്ലേ തണുപ്പ് കിട്ടിയില്ല തണുപ്പ് കിട്ടിയില്ലെന്ന് തന്നെ. ഇപ്പോൾ തണുപ്പ് കിട്ടിയില്ലേ? കൈ പിടി. ആ ഇങ്ങനെ പോരട്ടെ. നീ അങ്ങോട്ടൊന്ന് നോക്കി. അയ്യോ താഴോട്ട് നോക്കി. കൈയുണ്ട്. പിന്നെ കൈയൊന്നും വേണ്ടല്ലോ, സ്പോർട്സ്മാൻ. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒന്ന് കാണണ്ടേ? ഒന്ന് വെയിറ്റ് ചെയ്താൽ കാണിക്കാവേ. തിരിഞ്ഞു നോക്കിയോ. കേട്ടോ, അതാ പറഞ്ഞേ. കണ്ടോ എന്നാ വ്യൂ ആന്ന് നോക്കിയേ. അങ്ങേ സൈഡിലെ കോട അങ്ങോട്ട് പോകുന്നുണ്ട്. ആ കോട ഇങ്ങോട്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. നമ്മളിവിടെ കോടയിൽ കുളിച്ച് അർമാദിച്ചേനെ. ഇവിടെ ചെറിയ പാലമൊക്കെ ഉണ്ട്. അയ്യോ റംബൂട്ടാൻ തോട്ടം അതുകൊണ്ടോ? അപ്പൊ മഴ പെയ്യും. അവിടെ താഴെ റംബൂട്ടാൻ തോട്ടം കേട്ടോ. ഈ യൂട്യൂബിലുണ്ടായിരുന്ന ആ റംബൂട്ടാൻ തോട്ടമാണോ എന്ന് ഡൗട്ട്. താഴെ റിവർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു എണ്ണത്തിൻ്റെ അത്, അതാന്ന് തോന്നുന്നു. അയ്യോ ഇവിടെ കൂട്ടാ വീഴില്ലേ. ഒരു പള്ളി, എന്തൊക്കെ സംഭവങ്ങളാണ് നോക്കി. ഒപ്റ്റിക്കൽ സൂമിലാണേ, അതുകൊണ്ട് ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പൊ ഞാൻ കേറുവാണേ. ആ ബാ കയറുവാ. നോക്കട്ടെ ഞാൻ പഠിച്ചോ. ആ എന്റെ ഓ പഠിച്ചല്ലോ. ക്ലൈമ്പിങ്, റോക്ക് ക്ലൈമ്പിങ് പഠിച്ച്. വെരി ഗുഡ്. ആന്യ ക്ലൈമ്പിങ് ചെയ്യുന്നോ? ക്ലൈംബ് ചെയ്യുന്നോ? കൊടയും കൊണ്ടുവാ, കൊടയും മേടിക്കോ. ആ തട്ടാതിയുടെ ക്യാമറ ഇറങ്ങാൻ എനിക്ക് ആ അവിടെ വെച്ചോ. ആ കൊട പിടിച്ചു കയറിക്കോ. ക്ലൈംബ് ചെയ്തോ. ഇടാ കൊടയിൽ നിന്ന് എടുത്തടാ. ആ ആ ഓ റെഡി. ആ ചവിട്ടുക. പതുക്കെ ആക്ഷൻ കൂടി പോയി. ഭയങ്കര മഴയും വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല മഴക്കാറുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇനി ഒരു ടോപ്പ് കൂടി ഉണ്ട്. ആ ടോപ്പിലൂടെ കയറിയിട്ട് നമ്മുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഇലവീഴ പൂഞ്ചിറ അല്ലേ? ആ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷെഡില്ലേ, ആ ഷെഡാണ് ആ കാണുന്നത്. കണ്ടോ, ആ ഷെഡിൻ്റെ മുകളിൽ വശം ടോപ്പ് വശം കാണാം. ഇതാണ് ആ ഇടിവെട്ടൊക്കെ കേൾക്കുന്ന ഒരു സീനില്ലേ, അതൊക്കെ ഇതിൻ്റെ അകത്താണ് കാണിക്കുന്നത്. വാ അവിടെ കയറണം. ആ മുകളിൽ ഇവിടെ എന്താ പ്രശ്നം? ഒരു കെട്ടിടം കേട്ടോ, വയർലെസ് സ്റ്റേഷൻ, പോലീസ് വയർലെസ് സ്റ്റേഷൻ കേട്ടോ. ഇവിടെ വർക്കിങ്ങാ, സൗണ്ടൊക്കെ കേൾക്കാം. റെസ്ട്രിക്റ്റഡ് ഏരിയ, അങ്ങോട്ട് പോകണ്ട. ഇതെന്നാ പോവാ ചേച്ചി, ഇതെന്നാ പോവാ? നല്ല ഭംഗിയുണ്ട്. ആ ഓ ആ ഷെഡല്ലേ ഇത്? ആ സിനിമയ്ക്കകത്തെ ഒരു ഷെഡ് കാണിക്കുന്നത്, സൗബിനൊക്കെ അഭിനയിച്ചു. അറ്റ് ലാസ്റ്റ് നമ്മൾ ടോപ്പ് ഓഫ് ദി ഇലവീഴ പൂഞ്ചിറ എത്തി. അയ്യോ അതെ നമ്മുടെ ഫാമിലി ഇരിക്കുന്നത്. ചേട്ടോ നേരത്തെ എത്തിയോ? സീറ്റ് പിടിച്ചോ? ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സാ, പുറകോട്ട് പോട്ടെ. വ്യൂ ഉണ്ടോ? ലുക്ക് അറ്റ് ദിസ്. എൻ്റെ ദൈവമേ, എന്താ മൂടെന്ന് നോക്കി. ഇത് എന്ത് മൂട്? മഞ്ഞ് മൂട്. ഇത് പുതിയ മൂടാ. ഇങ്ങോട്ടാ വരുന്നത്, അല്ല കാറ്റടിച്ച് ഇങ്ങോട്ടാ വരുന്നത്. മലങ്കര ഡാമാണെന്ന് തോന്നുന്നത്.
വഴി കൈ പിടിക്കണ്ടേ? കൈ പിടിച്ചില്ലല്ലേ? താഴെ പോയാലോ? സൂക്ഷിച്ചു പോണേ. അങ്ങോട്ട് അപ്പോൾ ഓടരുത് അടുത്തടുത്ത് നിന്ന് ഞങ്ങളുടെ കൂടെ നിന്നേ. തട്ടിയിടരുത് കേട്ടോ, കുഴിയാ. ഹായ്, പതുക്കെ. ഓടെ വരുന്നുണ്ടോ? വർണ്ണിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ്. ഇവിടെ ഇരിക്കുക കുറച്ചു നേരം. അപ്പുക്കുട്ടൻ ധൃതി വെക്കുക പോവാൻ വേണ്ടി. എങ്ങനെയുണ്ട് മഞ്ഞ്? ശരിടാ, നിനക്കല്ലേ മഞ്ഞ് വേണം എന്ന് പറഞ്ഞത്. ഇത് ഒത്തിരി മഞ്ഞായി പോയി. ഇനി മൂടണം. കുറച്ചു നേരം നിന്നാ മതി. അപ്പോൾ ഗൈസ്, ഇലവിഴ പൂഞ്ചിറ ഇന്നത്തെ വ്യൂസ് അടിപൊളിയായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇഷ്ടം പോലെ കോട കൂടിപ്പോയെന്നാ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇവിടെ ഇനി വീഡിയോക്ക് അത് കൊണ്ടുവരണ്ട. ഇത് കാടല്ലേ? ഇത് കണ്ടിട്ട് കാണാൻ തോന്നുന്നില്ലേ? എങ്ങനെയുണ്ടായിരുന്നു ബൈ വ്യൂ? അഖിൽ എങ്ങനെയുണ്ടായിരുന്നു വ്യൂ? മുറ്റ് സ്ഥലമായിരുന്നു അല്ലേ? ഞാൻ നേരത്തെ വന്നപ്പോ ഇത്രയും മഞ്ഞ് കിട്ടിട്ടില്ല. അടിപൊളിയായിട്ടുണ്ട്. എവിടെ സ്ഥലം? പാലക്കാർക്ക് എപ്പം വേണം വരാലോ. നമ്മുടെ കൂടെ ഉള്ള അഖിലിനൊരു യൂട്യൂബ് ചാനലുണ്ട്, കൃഷിയിടിയ. ഏതാ? കൃഷിക്കാഴ്ചകൾ. അപ്പം നമുക്ക് ആ ചാനലിലൂടെ നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. അപ്പം ഇലവിഴ പൂഞ്ചിറയുടെ മെയിൻ അട്രാക്ഷനായ ആ ഷെഡിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ സൈൻ ഓഫ് ചെയ്യാണ്. എൻ്റെ കൂടെ അഖിലുണ്ട് കൃഷിക്കാഴ്ചയിലെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ. ഈ ആളുകൾ ഒത്തിരി ഉള്ളതിൻ്റെ ഇടയ്ക്ക് എന്ന് പറയാൻ ഭയങ്കര ചമ്മല. അതുകൊണ്ട് ആ വാക്കുകളൊക്കെ കിട്ടത്തില്ല ആ സമയത്ത്. ക്ഷമിക്കണം. പിന്നെ ഞാൻ പറയാൻ വന്നത്, ഞാനൊരു വീഡിയോയ്ക്കകത്തും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാറില്ല. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, എന്ത് തെറി വേണേലും വിളിച്ചോ ആ കമൻറ്റ് ബോക്സിൽ കേട്ടോ. കുറച്ച് കമൻറ്റൊക്കെ ഇടുക, എന്നാലേ നമുക്ക് വീഡിയോ അങ്ങോട്ട് പുഷ് ആകത്തുള്ളൂ. ഓക്കെ. നീ ആ ഇലയൊന്ന് എടുത്തിട്ട് ഞെരടിക്ക്. ഈ ഇല പോതാ ഞെരട്. പുൽത്തൈലത്തിന്റെ അത് പറയാൻ മറന്നുപോയി. പശയുണ്ട്. ഇതെടുത്തിട്ടാ വാറ്റി പുൽത്തൈലാക്കുന്നത് അന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ മിക്കവാറും ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കും. നമ്മളെ കൊണ്ടുവച്ചാൽ ഇത് കിളുക്കത്തൂല. അതിനാണ് ഇത്രയും പൊക്കമുള്ള സ്ഥലത്തേ ഇത് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. സമയം 6:20. ഇപ്പോഴും ജീപ്പുകളൊക്കെ കയറി വരുന്നുണ്ട്. മണ്ണുവഴിയാണേലും എളുപ്പം നടക്കാനേ. ഈ കല്ലേ വഴി ചില പാടാം.
വാനില താഴെ പോവായിരിക്കാൻ വേണ്ടി അവള് നക്കി. ഞാനല്ലേ നക്കിയത്, വേറെ ആരും എന്നാലും അത്ര തീർന്നില്ല, ഒരു സൈഡ് തീർത്ത് നക്കാന്നോട് കടിച്ചില്ല. ഓഹോ, കിട്ടിയോ? കിട്ടത്തില്ല. ഹാപ്പിയായോ? പെട്ടെന്ന് ചോദിച്ചോ, താഴെ പോവാ. ഷൂട്ട് ചെയ്താണേ ആ പട്ടീനെ. ആ പട്ടി കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നു. ഓ, നിന്നെ കാണാൻ വേണ്ടി വന്നായിരിക്കും. പക്ഷെ ഐസ്ക്രീം കൊടുത്തിരുന്ന മരപ്പട്ടി. അവിടെ എന്തോ അടി നടക്കുക, ഊരടി. പൂരടിയാ. അതെ, ശരിക്കും അത് ആ ടൂറിസ്റ്റ് ബസ്സിൽ വന്ന ആളുകൾ വെള്ളം അടിച്ചിട്ട് ആ നാട്ടുകാരുമായിട്ട് കൊമ്പ് കോർത്തതാണ്. ഭയങ്കര അടിയായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒന്നാമത് മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ അടങ്ങിക്കുത്തി എവിടെയാണെങ്കിലും, വീട്ടിലാണെങ്കിലും, നാട്ടിൽ ഇറങ്ങിയാലും, വേറെ നാട്ടിൽ ചെന്നാലും ഇരിക്കുക. ആ നാട്ടുകാരുമായിട്ട് ഒക്കെ കൊമ്പ് കോർക്കാൻ പോയി കഴിഞ്ഞാൽ വാക്കത്തി വരെ എടുത്തു എന്നാണ് പറയുന്നത് കേട്ടോ. വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾ കാരണം വരുന്ന മറ്റുള്ളവർക്കൂടെ എന്ത് ബുദ്ധിമുട്ടാണ്. ഇപ്പം എൻ്റെ കൂടെയാണ് പിള്ളേരൊക്കെ ഉണ്ട്, അവരൊക്കെ കണ്ടത് പേടിച്ചു പോയി. മാത്രം ബേളായിരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ മറ്റ് നാട്ടുകളിലേക്കൊക്കെ ടൂർ പോകുന്നവർ വെള്ളമൊക്കെ അടിച്ചു, പക്ഷേ വെറുതെ വെള്ളം അടിച്ചാൽ വയറ്റിൽ കിടക്കണമെന്ന് പറയുന്നത് അത് ഒന്ന് മനസ്സിൽ വെച്ച് ആദ്യം തന്നെ വെള്ളം അടിക്കുക. ഭയങ്കര വിഷമം തോന്നി. കാരണം ഇതുപോലെ നമ്മളൊരു നല്ല ടൂർ പോയിട്ട് അവസാനം വരുമ്പോഴത്തേന് ഇത്രയും ബഹളവും ഇതൊക്കെ കാണുമ്പോൾ കുട്ടികളുടെ മൂടും മാറും. നമ്മൾ ഈ ഇവിടം വരെ വന്ന് സമയം ചിലവഴിച്ച് അവർ ഹാപ്പിയായി ഇരിക്കുന്ന സമയത്താണ് നിങ്ങളെപ്പോലെയുള്ളവർ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓക്കെ, സൂചിപ്പിച്ചേ ഉള്ളൂ. നമ്മൾ പാലായിലെത്തി. ഇപ്പം പാലാ ബൈപ്പാസിലാണ് നിൽക്കുന്നത്. പാലായിൽ വന്നപ്പോൾ ഞാൻ രണ്ട് കാര്യം ഓർത്ത്. ഒന്ന്, ബീഫ് ബ്രസ്കിറ്റ് ഇവിടെ കിട്ടും. അപ്പോൾ കുറേ കാലമായി ഇതൊന്ന് കഴിക്കണമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ഇവിടെ ഒരു കടയുണ്ട്, ടാമറിൻ കഫേ. അപ്പോൾ അത് പാലാന്ന് പറഞ്ഞാണ് ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുള്ളത്. വിളിച്ചു വെച്ചപ്പോൾ അത് കൊല്ലപ്പള്ളിയിലാണ്. അപ്പോൾ നമ്മൾ വന്ന വഴിക്കായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നൊരു 6 കിലോമീറ്ററോട് അങ്ങോട്ട് പോകണം. അത് ക്യാൻസൽ ചെയ്തു. പിന്നെ പോയിട്ട് ഞങ്ങൾ ഈ കുട്ടികളുടെ തുണികൾ ഇവിടെ വന്നെടുക്കാറുണ്ട്. 99 എന്ന് പറഞ്ഞ സ്റ്റോറാണ്. അപ്പോൾ അങ്ങോട്ട് കയറി. എന്നുള്ള പേര് പോലെ തന്നെ 99 നമുക്ക് ഈ കുട്ടികളുടെയൊക്കെ ഡ്രസ്സുകളൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. നേരത്തെ ഞങ്ങൾ വന്നു, അന്ന് കിട്ടിയിരുന്നു. ഇന്നിപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, കയറി നോക്കട്ടെ. 99 കടയിൽ കയറി 59 കുറേ എടുത്തു. ഇങ്ങനത്തെ കുറേ നെയ്റ്റ് ഇടാനുള്ളതാണ്. എല്ലാം 59 സൂപ്പർ സാധനങ്ങൾ. വാ പോയേക്കാം, സമയമായി. കുറേ ഉണ്ട്, എല്ലാവരുടെയും ഉണ്ട്. ആ, ഇതൊക്കെ 99. ഇതൊക്കെ 99. ഇത് ഇതൊക്കെ 99. എടാ കുട്ട, ശരി 99. ഷോർട്സ് എല്ലാം 59. അത് വേറെ മേടിക്കാം, ഇന്നിപ്പോൾ ലേറ്റ് ആയില്ലേ. ആ, അത് ഇച്ചിരി കൂടുതല, 169. ഉണ്ട്, അതുണ്ട്. ആ മതി, ബാ 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 പോ. അതുണ്ട്, അതെല്ലാം ഉണ്ട്. ബാ. ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. വില കുറവുണ്ട് കേട്ടോ. നിങ്ങൾ കോട്ടയത്തിൽ നിന്നൊക്കെ മേടിക്കുന്നതിനൊക്കെ നല്ല വില കുറവുണ്ട്. പോയേക്കാന്നാ, ഹാപ്പി. കടയൊക്കെ അടച്ചു, നമ്മളൂടെ ഉണ്ടായിരുന്നു.